2024 തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷമായിട്ടാണ് ആചരിച്ചത്. ഈ വർഷത്തിൻ്റെ സമാപനത്തിൽ നാം ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഡിസംബർ മാസം 11, 12, 13, 14 തീയതികളിലായി തോമാപുരത്ത് ദിവ്യകാരുണ്യ നഗറിൽ വെച്ചാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുക. നമ്മുടെ അതിരൂപതയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം സെയിൻറ്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ദിവ്യകാരുണ്യ കൂടാരം നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അനുദിനം നിരവധി ആളുകൾ ദിവ്യകാരുണ്യ ഈശോയോട് കൂടെയിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന വിശുദ്ധമായ നിമിഷങ്ങൾക്കാണ് തലശ്ശേരി അതിരൂപത സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫൊറോന വികാരി മാണി മേൽവട്ട് വച്ചൻ നമ്മോടൊപ്പം ചേരുന്നതാണ്. അച്ഛാ, ദിവ്യകാരുണ്യ വർഷത്തിൽ ദിവ്യകാരുണ്യ കൂടാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കുന്നത്? തലശ്ശേരി അതിരൂപത 2024 വർഷം ദിവ്യകാരുണ്യ വർഷമായിട്ട് ആചരിച്ചു വരികയാണ്. ദിവ്യകാരുണ്യ വർഷം സമാപിക്കുന്നത് ദിവ്യകാരുണ്യ കോൺഗ്രസ്സോടു കൂടിയാണ്. അത് 2024 ഡിസംബർ 11 മുതൽ 14 വരെ തോമാപുരത്ത് വെച്ചാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത്. നമുക്കറിയാം, അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 1881 തുടങ്ങിയതാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ദിവ്യകാരുണ്യ കോൺഗ്രസ് ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ദിവ്യകാരുണ്യത്തോട് ഉള്ള സ്നേഹവും ഭക്തിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി, പരിശുദ്ധ കുർബാനയോട് ആഭിമുഖ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആണ് ദിവ്യകാരുണ്യ കോൺഗ്രസ്സുകൾ നടക്കുന്നത്. പരിശുദ്ധ കുർബാന സഭ പഠിപ്പിക്കുന്നത് പോലെ നമുക്കറിയാം, അത് ജീവൻ്റെ ഉറവിടവും ജീവൻ്റെ ഉച്ചസ്ഥായിയുമാണ്. നമുക്ക് ജീവൻ പകരുന്നത് പരിശുദ്ധ കുർബാനയാണെന്ന് നമുക്കറിയാം. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസംബർ 11, 12, 13 തീയതികളിൽ വൈകുന്നേരങ്ങളിൽ 4 മണി മുതൽ 9 മണി വരെ നടക്കുന്നത് പ്രശസ്ത വചനപ്രഘോഷകനായ ഫാദർ ഡാനിയേൽ പൂവന്നത്തിലച്ചൻ്റെ കൺവെൻഷനാണ്. നമ്മൾ 10,000 പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്ന ഈ കൺവെൻഷൻ ഇവിടെ നടക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ 4-ാം ദിവസം, അതായത് 14-ാം തീയതി, ഡിസംബർ 14-ാം തീയതി ശനിയാഴ്ച നടക്കുന്നത് രാവിലെ മുതൽ തലശ്ശേരി അതിരൂപതയിലെ 204 ഇടവകകളിൽ നിന്നും എത്തിച്ചേരുന്ന ഡെലഗേറ്റ്സിന് വേണ്ടിയുള്ള ദിവ്യകാരുണ്യ സിംബോസിയമാണ്. അത് 3:30 വരെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ദിവ്യകാരുണ്യ സിംബോസിയത്തോടൊപ്പം തന്നെ ദിവ്യകാരുണ്യ എക്സിബിഷൻ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം 4 മണിക്ക് തലശ്ശേരി അതിരൂപതയിലെ എല്ലാ വൈദികരും അതുപോലെ തന്നെ അഭിമന്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ നടത്തുന്ന സമൂഹ ബലിയാണ്. അതിനുശേഷം 6 മണിക്ക് തോമാപുരം ടൗണിൽ ആഘോഷമായ ദിവ്യകാരുണ്യ പ്രദർശനം നടക്കും. ദിവ്യകാരുണ്യ പ്രദർശനത്തിൻ്റെ സമാപന ആശീർവാദത്തോടുകൂടെ ദിവ്യകാരുണ്യ കോൺഗ്രസ് സമാപിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഈ തോമാപുരം ദേശത്തിന് വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് തലശ്ശേരി രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും വിവിധ ഫൊറോനകളിൽ നിന്നൊക്കെ അനേകം മക്കൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈശോയെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടന്നു വരുന്ന മക്കൾക്കൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിൽ അനേകം മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെയുള്ള വലിയ കൃപയുണ്ടാകുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന മക്കൾക്കൊക്കെ ഒത്തിരി സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 2024 ദിവ്യകാരുണ്യ വർഷമായി തലശ്ശേരി അതിരൂപതയിൽ ആചരിച്ചു വരികയാണ്. ഈ വർഷം മുഴുവൻ വിശുദ്ധ കുർബാനയിലേക്ക് കൂടുതൽ ആവേശത്തോടെ ദൈവജനം എത്തിയ അവസരമായിരുന്നു. എല്ലാ ഇടവകകളിലും വിശുദ്ധ കുർബാന ആരാധന നടക്കുന്നുണ്ടായിരുന്നു. ദിവ്യകാരുണ്യ വർഷത്തിൻ്റെ സമാപനം 2024 ഡിസംബർ മാസം 11 മുതൽ 14 വരെ
തോമാപുരം സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വെച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആളുകൾ പ്രാതിനിധ്യ സ്വഭാവത്തിൽ എത്തിച്ചേരും വിധത്തിലാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. വലിയ സന്തോഷത്തോടും ആവേശത്തോടും കൂടിയാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചിന്തകളിലേക്കും ആഘോഷങ്ങളിലേക്കും എത്തുവാൻ ദേവജനം ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് തോമാപുരം ഇടവകയിലേക്ക് ദിവ്യകാരുണ്യ കോൺഗ്രസ് സമാപനത്തിൽ എല്ലാവരും എത്തിച്ചേരാൻ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.